മോർണിംഗ്. ഇപ്പം സമയം 6:15 ഉള്ളൂ. കണ്ടോ, ഉദയസൂര്യൻ്റെ നാട്ടിൽ രാവിലെ 4 മണിയാകുമ്പോഴേക്കും വെയിൽ ഉദിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പോണത് എവിടേക്കാണ്? ഇന്ന് മൗണ്ട് ഫ്യൂജിയിലേക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ നേരത്തെ തന്നെ അവർ റെഡി ആയിട്ട് അവരുടെ ഒരു സ്പോട്ട് പറഞ്ഞിട്ടുണ്ട്. 7:45 ആകുമ്പോഴേക്കും നമുക്ക് എത്തണം. അപ്പം നമ്മൾ ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മളിവിടുന്ന് മെട്രോ പിടിച്ചിട്ടാണ് പോണത് കേട്ടോ. ഈ റോഡിൽ മുഴുവൻ ഇങ്ങനെ കേട്ടോ, പൂക്കളും മരങ്ങളും ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇതാണ് മിത്തുക്കുട്ടിയുടെയും രമേശേട്ടൻ്റെയും സെറ്റപ്പ്. എല്ലാവരും സ്വെറ്റ് ഷർട്ടും മുടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. മിത്തസ് ഓൾ സെറ്റ്. അപ്പം നമ്മുടെ മൗണ്ട് ഫ്യൂജിക്ക് പോകാനുള്ള നമ്മുടെ ഗ്രൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതപ്പോൾ സമയം 7:50 നമ്മുടെ ടൈം തന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ എന്താ പറയുക, ഇൻസ്ട്രക്ടർ അല്ലേ, നമ്മുടെ ഗ്രൂപ്പിൻ്റെ ആൾ കിക്കി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്നു. ഈ ഒരു ഇങ്ങനെ ടീമിലിങ്ങനെ നിൽക്കുക കേട്ടോ. ഒരുപാട് പേര് കൊണ്ടുപോവുക, വരിക, അടുത്ത ടീം വരിക, കൊണ്ടുപോവുക, അടുത്ത ടീം വരിക, കൊണ്ടുപോകുക. നല്ല തിരക്കാണ്. കാരണം ഇത് ഗോൾഡൻ വീക്കല്ലേ ഇപ്പോൾ, അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും എല്ലാ സ്ഥലത്തും. അപ്പോൾ നമ്മൾ റെഡിയായി. ഇന്ന് സണ്ണി ഡേ ആയതുകൊണ്ട് അടിപൊളിയാണ്. ഇന്ന് മഴയും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രൂപ്പ്. അപ്പം നമ്മുടെ ഈ ഫുൾ ജപ്പാൻ ട്രിപ്പ് ഞാൻ പറഞ്ഞ പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ഗ്രൂപ്പ് നമ്പർ 3 ആണ് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഫുൾ ജപ്പാൻ ട്രിപ്പും നമ്മുടെ ട്രാവൽ പാർട്ട്ണറായിട്ടുള്ള വോണ്ടറോൺ ആണ് അറേഞ്ച് ചെയ്തെന്നിട്ടുള്ള. അടിപൊളിയായിട്ട് നമുക്ക് ഒന്നും അറിയണ്ട, എല്ലാം ചെയ്ത് നമ്മുടെ റിക്വയർമെൻറ്റ്സും കൂടെ അവർ കണക്കിലെടുത്ത് നല്ലൊരു അടിപൊളിയായിട്ടാണ് ചെയ്തു തന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ നമ്പറും, അവർ ജപ്പാൻ മാത്രമല്ല അവർക്കുള്ള ഇൻ്റർനാഷണൽ ആൻഡ് ഇന്ത്യൻ ട്രിപ്പുകളും നടത്തുന്നുണ്ട്. അപ്പോൾ എവിടേക്കെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ് നമ്പർ 331 ആണ്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടൈമിങ്ങിൽ ഇവിടെ ഭയങ്കര പങ്ക്ച്വലാണ്. 7:50 എന്ന് പറഞ്ഞാൽ 7:50ക്ക് തന്നെ ബസ്സിൽ കയറിയിരിക്കും. വരുന്നവർക്ക് വരാം, അല്ലാത്തവർക്ക് അത് മിസ്സാവും, അത്രയേ ഉള്ളൂ. അത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഒരു 2 hours ഉണ്ട് മൗണ്ട് ഫ്യൂജിക്ക്. ഇത് ഭയങ്കര ഗോൾഡൻ വീക്കും ട്രാഫിക്കും ആയ കാരണം ഒരു 3 hours വരെ എടുക്കാം എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ വഴിയിൽ നമുക്കൊരു ടീ ബ്രേക്കിനും വാഷ്റൂമിൽ പോകാനൊക്കെ അവർ നിർത്തും. ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടത് ഈ പെറ്റ്സാണ്. പെറ്റ്സുകൾ എല്ലായിടത്തും അലൗഡും ആണ് കേട്ടോ. അതായത് മൗണ്ട് ഫ്യൂജിയിൽ വരെ നമുക്ക് പെറ്റ്സിനെ കൊണ്ടുപോകും. ദൂരത്തുനിന്ന് തന്നെ നമ്മൾ മൗണ്ട് ഫ്യൂജി കണ്ടു. ഞാൻ പറഞ്ഞ പോലെ 365 ദിവസത്തിൽ 70 മുതൽ 80 ദിവസം വരെയാണ് ക്ലിയർ ആയിട്ട് ഈ ഒരു സംഭവം കാണുള്ളൂ എന്നുള്ളതാണ് പറയുക കേട്ടോ. അത് നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ കാണാൻ പറ്റി എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ. അവർ അവിടെ ബസ്സിലിരുന്ന് പറയുന്നത്, ആ ടൂറിസ്റ്റ് ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ നല്ല മഴയായ കാരണം അവർക്ക് അങ്ങോട്ട് കടക്കാൻ പോലും പറ്റിയില്ല, മൗണ്ട് ഫ്യൂജി കാണാനും പറ്റിയില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരാഴ്ചത്തെ ദിവസങ്ങളിലും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ട് മൗണ്ട് ഫ്യൂജി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ട്, ഒരുപാട് സ്റ്റെപ്സ് നടന്നിട്ട് മേലേക്കും കയറാം. ഈ പോകുന്ന വഴിക്കൊക്കെയുള്ള ഈ ചെടികൾ കൊണ്ട്, ഈ സ്പ്രിങ് സീസൺ ആയ കാരണം തന്നെ മരങ്ങളൊക്കെ കാണാൻ വേറെ തന്നെ ഒരു ഭംഗിയാണ്. എന്താ പറയുക, നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ മൗണ്ട് ഫ്യൂജി കാണുമ്പോൾ ഒരു ഭംഗി. അതുകൊണ്ട് അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തു. ഇവിടുന്ന് ഒരുപാട് സ്റ്റെപ്പ്, 300 എന്നാണെന്ന് തോന്നുന്നു സ്റ്റെപ്പ് കയറി നമുക്ക് ഏറ്റവും മേലെ കയറി അവിടെ നിന്നും എടുക്കാം. ഞങ്ങൾ ഏറ്റവും മേലെ കയറിയില്ല, ഇവിടെ നിന്ന് തന്നെ അത്യാവശ്യം നമുക്ക് ഫോട്ടോസ് കിട്ടി. പിന്നെ അത്രയും ദൂരം നമുക്ക് നടക്കാനും വയ്യാന്ന് പറഞ്ഞ മിത്തുക്കുട്ടി. അപ്പോൾ ഇവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഇവിടുത്തെ അമ്പലങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ തൊഴുന്നതൊക്കെ ഒരു പ്രത്യേകതയാണ്. ആദ്യം 2 പ്രാവശ്യം ബോ ചെയ്ത്, പിന്നെ 2 കൈ അടിച്ച്, പിന്നെയും ബോ ചെയ്ത് നമ്മുടെ വിഷ് പറയുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഒരു ഫോർച്യൂൺ എടുക്കുക. ആ ഫോർച്യൂൺ നല്ലതാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോവുക, ചീത്തതാണെങ്കിൽ അവിടെ കെട്ടിയിടുക. നല്ലതായിട്ട് ഞാൻ അറിയാതെ കെട്ടിയിട്ടു, കാരണം ചീത്തതാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്. പിന്നെ അവിടുത്തെ ഫേമസ് ആണ് ഫ്യൂജി ആപ്പിൾസ് കേട്ടോ. ആപ്പിൾ എന്നൊക്കെ പറഞ്ഞാലുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, എന്തൊരു സ്വാദായിരുന്നു അറിയാം. പിന്നെ സ്ട്രോബെറി ഭയങ്കര എക്സ്പെൻസീവ് ആണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. ഒരു പുളിപ്പൊന്നും ഇല്ലാത്ത നല്ല സ്ട്രോബെറിയാണ്. ഇത് ടാങ്കുലി എന്ന് പറയില്ലേ നമ്മളത്, ആ കാരമലൈസ് ചെയ്തിട്ടുള്ളത്, അത് അവിടുത്തെ ഫേമസ് ആണ്. പക്ഷേ ഫ്യൂജിയിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഭയങ്കര പൈസ കൂടുതലാണ് സാധനങ്ങൾക്ക്. പിന്നെ പോകുന്ന വഴിക്കൊക്കെയുള്ള പൂക്കളാണെങ്കിലും, കാരണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. തുലിപ്പ് വരെ അവിടെ കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. മൗണ്ട് ഫ്യൂജി ആദ്യത്തെ പ്രാവശ്യത്തിൽ തന്നെ ഫസ്റ്റ് വിസിറ്റിൽ ക്ലിയറായി കാണാൻ പറ്റിയാൽ പിന്നെയും ജപ്പാൻ കാണാൻ വരും എന്നാണത്രേ ഐതിഹ്യം. ഒരു സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ ഇനിയും നമ്മൾ ജപ്പാൻ കാണാൻ വരാം അല്ലേ. ആദ്യത്തെ പ്രാവശ്യം തന്നെ നമുക്ക് ക്ലിയറായി കാണാൻ പറ്റിയല്ലോ. അങ്ങനെ മൗണ്ട് ഫ്യൂജിയൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മളത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഇവിടെ കുറേ സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിതേ മൗണ്ട് ഫ്യൂജിയിലെ 5th സ്റ്റേഷനിൽ എത്തിക്കുകയാണ്. ഇതിന് മുന്നേ നമ്മൾ ആ ഒരു പ്ലേസിലേക്ക് പോയി, എന്താ ഒരു ഗേറ്റ്, ഓറഞ്ച് ഗേറ്റ് ഒക്കെ ഉള്ളത്. ഇതാ കാണുന്നു നമ്മുടെ സ്വന്തം മൗണ്ട് ഫ്യൂജി അല്ലേ. യെസ്, ഇവിടെ ഒരു മെമ്മറി ഫോട്ടോ എടുക്കുക. ഇന്നാണ് നമ്മൾ മൗണ്ട് ഫ്യൂജിയിൽ വന്നത് കണ്ടോ.
2 May 2026. അപ്പോൾ നമ്മുടെ ഒരു മെമ്മറി ആയിട്ട് നമുക്ക് ഫോട്ടോ എടുത്ത് വെക്കാം. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ആക്ച്വലി നമ്മൾ പറയുക ശരിക്കും ഭയങ്കര ഭാഗ്യമുള്ളവർക്കാണ് മൗണ്ട് ഫ്യൂജി കാണാൻ പറ്റുക എന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ വെതറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് മൗണ്ട് ഫ്യൂജി ക്ലിയർ ആയിട്ട് കാണുള്ളൂ. അപ്പോൾ അതൊരു ട്രാവലിംഗ് ഭാഗ്യം നമുക്കുണ്ട്. ഇത് കാണാൻ പറ്റില്ലെങ്കിൽ ഒരു ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ശരിക്കും വന്നിട്ട് ഇത് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. സൂപ്പർ, നല്ല രസമുണ്ട്. ഇനി നമ്മൾ മൗണ്ട് ഫ്യൂജി തൊട്ടു. നമ്മൾ മൗണ്ട് ഫ്യൂജിക്ക് അല്ലല്ല, നമ്മൾ കൊടുമുടി എപ്പോഴും കീഴടക്കി എന്നല്ലേ പറയാ. മൗണ്ട് ഫ്യൂജി കീഴടക്കി അങ്ങനെ പറയണം. നമ്മള് മൗണ്ട് ഫ്യൂജിയിലാണ്. അതെ, എയിം ടു ദി മൗണ്ടൻ എന്ന് പറഞ്ഞില്ലേ, മിത്ത് അത്ര. ആ തൊട്ടു. നീ മൗണ്ട് ഫ്യൂജിയോട് പറയും നിന്നെ തൊടാൻ. തൊട്ടു. ഇനി എന്നെ തൊട്ട്. ഓരോ സ്ഥലത്തും നമുക്ക് കഴിക്കാനുള്ള ഷോപ്സും അതേപോലെ തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് അതിനെ റെസ്റ്റ് എടുത്ത് കഴിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ പക്ഷേ ഈ ഒരു സ്ഥലത്തൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എന്നാലും ഉച്ചനേരമായ കാരണം വിശക്കുന്നുണ്ടായിരുന്നു. വിശക്കുമ്പോൾ അവർ ലഞ്ച് ടൈം വേറെ സ്ഥലത്ത് തരും. പക്ഷേ എന്നാലും നല്ല വിശപ്പുള്ള കാരണം ഈ ഒരു ചെറിയൊരു ബിസ്ക്കറ്റ് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഉള്ള റെഡ് ബീൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനത്തെ 1-2 വണ്ടിയിലിരുന്ന് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അടുത്ത സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ കാണുന്ന കാറുകളുണ്ടല്ലോ, കളിപ്പാട്ടം പോലത്തെ കാറുകളാണ്. ഭയങ്കര ക്യൂട്ടാട്ടോ കാണാൻ. നമുക്ക് വാങ്ങിച്ച് കളിക്കാൻ തോന്നുന്നു പറയില്ലേ, അങ്ങനെ. അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഓഷിനോ വില്ലേജിലാണ് കേട്ടോ. നമ്മളെന്താ പറയുക, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജാണ്. ഇവിടെ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ അത് പോൺസ് ആണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. കണ്ടോ, നമുക്ക് നിലം കാണാൻ പറ്റും, മീനുകളെ കാണാൻ പറ്റും. ഇങ്ങനത്തെ കുറച്ചധികം പോണ്ടുകളുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു പോണ്ടിൻ്റെ ഇടയിലുള്ള ഒരു വില്ലേജ് എന്നാണ് ഈ ഒരു ഓഷിനോ വില്ലേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ മൗണ്ട് ഫ്യൂജി എന്നുള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമാണ് ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ സമ്മറൊക്കെ ആകുമ്പോൾ ഐസ് മെൽട്ടായി ആ വെള്ളമാണ് ഇവിടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെള്ളമാണ്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. ഈ വില്ലേജ് ആണെങ്കിൽ പക്ക എസ്തറ്റിക് വില്ലേജ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. മരങ്ങളൊന്നും ഒരു രക്ഷയില്ല. നമുക്ക് വിചാരിക്കും ഇത് ഇങ്ങനെ മരങ്ങൾ മാത്രമല്ല പൂക്കൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ശരിക്കും ആ ഒരു മ്യൂസിക്കും കൂടെ വേണം, ആ ഒരു ഫീലാണ്. ചെറി ബ്ലോസം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് പല സ്ഥലങ്ങളിലും ആ പൂക്കൾ നന്നായിട്ട് കാണാൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനുള്ളൊരു ഭാഗ്യം കൂടെ ഉണ്ടായി. ഇവിടെ ഒരുപാട് ഫുഡും ഈ വില്ലേജിൻ്റെ ഭംഗിയും ഒരുപാട് സോവനീർ ഷോപ്സും ഒക്കെ ഉണ്ട്. 2 ഐക്കോണിക് സംഭവങ്ങളാണ് ജപ്പാനിലെ ഒരേ സമയം, ചെറി ബ്ലോസം ആൻഡ് മൗണ്ട് ഫ്യൂജി. ഇത് രണ്ടും നമുക്ക് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതാണ്. അത് സ്പ്രിംഗ് സീസണായ കാരണം ഒരു രക്ഷയില്ല. പൂക്കളുടെ ഒരു ലോകം ഞാൻ പറയില്ല. ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ എന്തൊക്കെ നമ്മൾ കാണാത്ത തരത്തിലുള്ള പൂക്കളുകളാട്ടോ. കാണുമ്പോൾ എല്ലാം നമ്മുടെ അമ്മമാരൊക്കെ വന്നിരുന്നത് ഇതെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുവരുന്നു. അത്രയും ബ്യൂട്ടിഫുൾ പൂക്കൾ. ആക്ച്വലി ഇത് ഗോൾഡൻ വീക്കാണ് ഓഫ് ദി ഇയർ. ഞാൻ പറഞ്ഞല്ലോ, ഈ ഗോൾഡൻ വീക്കിൻ്റെ നല്ല റഷ് എന്നൊന്നും പറഞ്ഞാൽ പോരാ, തിക്കി തിരക്കി സൂചി കുത്താൻ സ്ഥലമില്ല കേട്ടോ. അപ്പോൾ ഈ ഗോൾഡൻ വീക്കിന് അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. പ്ലസ് വീക്കെൻഡാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് എത്താൻ തന്നെ 2 hours എന്നുള്ളത് ഓൾമോസ്റ്റ് 4 hours എടുത്തു, ട്രാഫിക് കാരണം. അത് മാത്രമല്ല ഓരോ സ്ഥലത്തും സൂചി കുത്താൻ ഇടയില്ലാത്ത അത്ര തിരക്കാണ്. നമുക്കൊരു ഫോട്ടോ ഒക്കെ ഒറ്റയ്ക്ക് കിട്ടുക എന്നുള്ളത് ആലോചിക്കുകയേ വേണം. May 2 മുതൽ, അതെ, അതായത് ഇന്ന് മുതൽ. അയ്യോ, വല്ലാത്തൊരു തിരക്കാണ്, പറയാതിരിക്കുക വയ്യ നമുക്ക്. പക്ഷേ ഇവിടെ ഉള്ളവരായത് കാരണം നമുക്ക് ആ തിരക്കൊന്നൊരു ഒരു ഫീൽ ഇല്ല. ബിക്കോസ് ഭയങ്കര ഡിസിപ്ലിൻ ആണല്ലോ അവർക്ക്. ക്യൂ ആണെങ്കിലും എല്ലാം പ്രോപ്പറാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു മടുക്കില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെയാണ്. പക്ഷെ തിരക്കുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല സമയം പോകും ഒരു സ്ഥലത്ത് തന്നെ ഒരു ഫോട്ടോ കിട്ടണമെങ്കിൽ. ജാപ്പനീസ് മോച്ചിയാണോ എന്നറിയില്ല. നമ്മുടെ നാട്ടിലെ സുഗിയൻ്റെ ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ ഓനിഷുക്ക അതന്നെയല്ലേ പറയാം, വില്ലേജ് കണ്ട് കുറേ സ്ട്രീറ്റ് ഫുഡും കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റിനേക്കാളും ഉപരി ഞാൻ പറയായിരുന്നു ഇവരുടെ എത്ര ഹെൽത്തി ഫുഡാണെന്നുള്ളത്. ജാപ്പനീസ് സോൾ സ്വീറ്റ് പൊട്ടാറ്റോ ബേക്ക് ചെയ്തത്, നമ്മുടെ ചക്കരക്കിഴങ്ങല്ലേ
അത് നമ്മൾ പണ്ടൊക്കെ ചൂടില്ലേ അതന്നെ ഇവരിതും കഴിക്കത്ര, പക്ഷെ നമ്മളത് കഴിക്കില്ല. അതുകൊണ്ട് എനിക്കിത് കഴിക്കാൻ തോന്നണില്ല. പിന്നെ ആ റൈസ് കേക്ക്, അയ്യോ അതെന്തൊരു ടേസ്റ്റാണ്. ചെറുപയർ പറഞ്ഞില്ലേ സുഖിയൻ, കഴിക്കേണ്ട ഞാനിവിടെ കഴിക്കേണ്ട തിരക്കില്ല. നമ്മുടെ ബസ് അവിടെ വെയിറ്റിംഗ് ആണ്. യെസ്, കറക്റ്റ് ടൈമാട്ടോ, പറഞ്ഞ ടൈമിൽ എത്തിയിരിക്കണം. അതാണ്. ഇനി നേരെ ടോക്കിയോ അല്ലേ? Then when you arrive Tokyo, തിരിച്ച് നമ്മൾ ടോക്കിയോയിൽ എത്തിയപ്പോഴേക്കും ഈവനിങ് ആയിട്ടോ. അപ്പോൾ നമ്മൾ ആ കൊണ്ടുവിട്ട നമ്മൾ പോയ അതേ ഇതിൽ തന്നെയാണ്, ഷിൻജുക്കു എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ തിരിച്ച് കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു മുനിസിപ്പൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫ്രീ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ലൈറ്റ് ഷോയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു, കാരണം അതൊരു ടൈമിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോഴേക്കും ആ ഒരു ടൈമായിരുന്നു. പിന്നെ നല്ല ക്ലൈമറ്റ് ആയ കാരണം നമുക്ക് ക്ലൈമറ്റ് മാത്രമല്ല വൃത്തി, നമുക്ക് ഇരുന്നും കിടക്കും ചെയ്യാമെന്ന് പറയില്ല, ഒരു തരി പോലും പൊടിയാവില്ല എന്നുള്ളതാണ്. പിന്നെ ഇത് ഫ്രീ ആണ്. നമ്മളിതിന് മുന്നേ പോയിട്ടുള്ള ഷിബുയയിലാണെങ്കിലും പിന്നെ സ്കൈ ട്രീയിലാണെങ്കിലും ഒക്കെ നമ്മൾ പൈസ കൊടുക്കണം. ഈ 45th ഫ്ലോറിൽ പോയിട്ട് ഫുൾ ടോക്കിയോ കാണാൻ. ഇതൊരു നൈറ്റ് വ്യൂ കാണാമല്ലോ എന്ന് വിചാരിച്ചു രാവിലെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളിത് ഈ ഒരു സ്ഥലത്തേക്ക്, ഒരു സ്ട്രീറ്റിലേക്ക് വന്നതാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ ഫുഡടി തന്നെയാണ്, ഫുഡടി എല്ലാ വെറൈറ്റി ഫുഡുകളും ട്രൈ ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, സ്ട്രീറ്റാണ്, കംപ്ലീറ്റ് ഫുഡാണ്, എല്ലായിടത്തും തിരക്കോട് തിരക്കാണ്. ഫൈനലി നമ്മളൊന്ന് കയറി പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഡ്രിങ്കും ഒരു ഡിഷും നിർബന്ധമായിട്ട് ഓർഡർ ചെയ്യണം. അങ്ങനെയാണ്. അപ്പോൾ ഞാനും ഇത് ഓറഞ്ച് ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മുടെ മീറ്റ് ബോൾസ് പിന്നെ ചിക്കൻ, പോർക്ക്, ബീഫ്, എന്തൊക്കെ വേണം, സ്ക്വിഡ്, സീ ഫുഡ്സ്, ഒക്ടോപ്പസ് എല്ലാം കിട്ടും. ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി ഫുഡ്. അത് മാത്രമല്ല, നമ്മുടെ രജനീകാന്തിന്റെ ഫാനാണ് ഈ നിൽക്കുന്നത്, മുത്തു. കാരണം ഇവിടെ മുത്തു മൂവി, രജനീകാന്തിന്റെ മുത്തു മൂവി ഇവിടെ ജപ്പാനിൽ ഭയങ്കര ഹിറ്റായിരുന്നു. അതിനുശേഷം രജനീകാന്തിന് ഭയങ്കര ഫാൻസാണ് ജപ്പാനിൽ. രജനീകാന്തിന്റെ മുത്തു എന്നാ പറയണോ, ആ മുപ്പരി ഇവിടെ കിടന്നിപ്പോ കുറച്ചു നേരം ഒന്ന് കാണിച്ചു, മുത്തു മുത്തു പറഞ്ഞിട്ട് മുപ്പരി ഫുൾ മുത്തു ഫാൻ. Mutu very famous. Japanese very famous. Mutu. അതാണ് രജനീകാന്തിന്റെ ഒരു പവർ. അതിന്റെ ശേഷം അറിയില്ല അല്ലേ? അയ്യോ, രജനീകാന്തിന് ഭയങ്കര ഫാൻ ബേസ് അവിടെ. അതിന്റെ ശേഷം എല്ലാ മൂവി ഇവിടെ റിലീസ് ചെയ്യുന്നു പറഞ്ഞിരുന്നല്ലോ മുത്തുവിന് ശേഷം. മുത്തു ഭയങ്കര ഹിറ്റായിരുന്നു. ഭയങ്കര കസ്റ്റമർ സർവീസ് ആണ്. ഭയങ്കര എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ഈ നനഞ്ഞ ടവലാണ്. ഇത് ആദ്യം തരും. ഇവർക്ക് പിന്നെ വൃത്തി ഭയങ്കര നിർബന്ധമാണല്ലോ. ഫുൾ ആക്ച്വലി ഫോറിനേഴ്സ് ആണ് ഇവിടെ, അതായത് ജപ്പാനല്ല, ജപ്പാൻകാരല്ല, അധികം അതും എനിക്ക് തോന്നുന്നു കൂടുതൽ യൂറോപ്യൻസ് അല്ലേ, യൂറോപ്യൻസ് ആണ് അധികം. ഡ്രിങ്ക്സ്, മെയിൻ ഡ്രിങ്ക്സ്, അതുപോലെ തന്നെ കഴിക്കാൻ ഭയങ്കര വൈബ്. ഇഷ്ടപ്പെടാൻ കാരണം സ്ഥലം ഉണ്ടല്ലോ, വളരെ അതായത് ലിമിറ്റഡ് സീറ്റ്. ഇതുണ്ട് ഇവിടെ ഇനിയിപ്പോ സ്ഥലമില്ല, ഇതിന്റെ ബാക്കിൽ കൂടുതൽ ആൾക്കാർ നടന്നു വരാന്നേ ഉള്ളൂ. ഇതിന്റെ മേലുണ്ട്, അവിടെ ഇങ്ങനെ തല മുട്ടിയിട്ടൊക്കെ ഇരിക്കാം. പക്ഷേ ഉള്ള ക്യൂ ആൻഡ് തിരക്കാൻ അതൊക്കെ പോട്ടെ, വൃത്തി പുറത്തുനിന്ന് കഴിക്കാൻ പോലും പാടില്ല. ഒരു സ്ട്രീറ്റ് ഫുഡിനെ അത്രയും എസ്തെറ്റിക് ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ ഏതൊരു ഫെയറി ഇതിലൊക്കെ പോയ പോലെയാണ് രണ്ട് സൈഡും. ഭയങ്കര രസമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫുഡും അടിപൊളി. രാത്രി 10 മണിയുടെ ജപ്പാൻ വൈബാണ് കേട്ടോ അത്. എന്തൊരു തിരക്കാൻ നോക്കിക്കേ നിങ്ങൾ, തിരക്ക്, തണുപ്പ്, വൈബ്. ഈ ബാക്കിൽ കാണുന്ന ആ പൂച്ചക്കുട്ടി ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആ പൂച്ചക്കുട്ടി ഭയങ്കര റീൽസിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ളതാണ്. കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അത് കാണാൻ വേണ്ടി ഇവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. വൈബ് ടു വേറെ ലെവൽ വൈബാണ് കേട്ടോ. ജപ്പാൻ ആൻഡ് കൊറിയൊക്കെ വൈബിന്റെ കാര്യത്തിൽ കൊള്ളാലോ. അയ്യോ ഹലോ, വെൽക്കം ടു ഡിസ്നി ലാൻഡ്. അങ്ങനെ നമ്മളിതാ ടോക്കിയോയിലെ ഡിസ്നി ലാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഫുൾ ഡേ നമ്മൾ ഇവിടെയാണ് കേട്ടോ. വാവ്, ബ്യൂട്ടിഫുൾ. ഇന്ന് സൺഡേ ആയത് കാരണം നല്ല തിരക്കാണ്. ഗോൾഡൻ വീക്ക് ആയത് കാരണം ഇരട്ടി തിരക്കാണ്.
ഒരു രക്ഷയില്ല. ഇവിടെ പിന്നെ നമുക്ക് കാണാൻ പറ്റും ആളുകളൊക്കെ ഡിസ്നിയുടെ തീമിലൊക്കെ ഡ്രസ്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഭംഗി ഫുൾ അങ്ങനത്തെ വേഷങ്ങളൊക്കെ ഇട്ടിട്ടാണ് ആളുകൾ മൊത്തം വന്നിട്ടുള്ളത് കേട്ടോ. നമ്മളൊക്കെ കുട്ടികളാവണം മുതലേ നമുക്കൊക്കെ ഉള്ള ഒരു സ്വപ്നമാണ് ആക്ച്വലി. എനിക്കൊക്കെ ഉണ്ടായിരുന്നു ഡിസ്നി ലാൻഡ്. നമ്മൾ ഡിസ്നി ക്യാരക്ടേഴ്സിനെ കണ്ട് വളർന്നവരാണ്. ഡിസ്നി ലാൻഡ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് മുതലേ ഇങ്ങനെ കേട്ട് ഇതൊരു ഫെയറി വേൾഡാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പറയണ ഒരു സ്ഥലമാണ്. ഫൈനലി ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഒരു വല്ലാത്തൊരു ലോകം കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് 90s കിഡ്സിന് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ഡിസ്നി എന്ന് പറയുമ്പോൾ. അങ്ങനെ ഒരു ഫെയറി വേൾഡിലാണ് ഞാൻ ഇപ്പോൾ നടക്കുന്നത്. നമ്മളിങ്ങനെ എൻട്രി ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഒരുപാട് നമുക്കറിയുന്ന ഡിസ്നി ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരുടെ കൂടെ ഓട്ടോഗ്രാഫ് വാങ്ങുന്നവരുണ്ട്. കുഞ്ഞു മക്കൾക്കല്ലേ ഇത് ഭയങ്കര ഒരു ക്രേസ്. നമ്മൾ പണ്ടിങ്ങനെ കണ്ടിട്ടുള്ള ഒരു ഇതാണ്. ഇവരെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഒരുപാടുണ്ട്, ഒന്നൊന്നല്ല കേട്ടോ. ഇവിടെ വൈകുന്നേരം വരെ നിന്ന് അത്രയ്ക്കും ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓരോരുത്തരും ഡിസ്നിയുടെ അതിൻ്റെ ഉള്ളിലേക്ക് അത്രയും ഭംഗിയുള്ള എന്താ പറയുക ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊക്കെയാണ് കുട്ടികളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതും ഒന്നും കൂടെ ഭംഗിയാണ്. നല്ല വേഷവിധാനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് വയ്യ, ഇത് പ്രിൻസസിന് കണ്ടപ്പോൾ ഭയങ്കര രസമാണ്. എന്ത് രസം കാണാല്ലേ, കോരിത്തിരിക്കുന്നോ. ഇവിടെ ഷോസ് ഉണ്ടല്ലോ, ഒരുപാട് നല്ല ഷോസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് നോക്കിയിട്ട് മിത്തുമാണ് ഇവിടെ ഫുള്ള് ഞങ്ങളെ കൊണ്ടുപോകണം. അവൾക്കാണ് ഫുൾ മാപ്പൊക്കെ നോക്കി ഏതൊക്കെ ഷോ ആണ് എന്നൊക്കെ. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സൺഡേ വീക്കെൻഡ്സ് എപ്പോഴും ഇവിടെ വരാൻ പാടില്ല എന്ന് എല്ലാവരും പറയാം. കാരണം വീക്കെൻഡ്സ് അത്ര റഷായിരിക്കും. ആ ഒരു റഷ് നല്ലോണം ഉണ്ട്. ഓരോന്നിലും 2 മണിക്കൂറൊക്കെ വെയിറ്റിംഗ് ആണ്. നോക്കി നോക്കാം. പിന്നെ ഗോൾഡൻ വീക്ക് ആയതുകൊണ്ടുള്ള റഷ് കൂടുതലാണ്. അത് രണ്ടിൻ്റെ ഒരു നല്ല ബുദ്ധിമുട്ടുണ്ട്. അത്ര തിരക്കാട്ടോ. നമുക്ക് എത്ര നേരം ഓരോ ഷോ കാണാൻ നിൽക്കേണ്ടി വരുന്ന പോലും അറിയില്ല. പോയി നോക്കാം എന്തായാലും. അപ്പം നമ്മൾ ഓരോ ഷോസിനായിട്ട് കയറുകയാണ് കേട്ടോ. അത് ഫസ്റ്റ് വണ്ണ് നമ്മൾ പൈറേറ്റ്സ് ഓഫ് കരീബിയൻ ആണ്. 30 മിനിറ്റ്സ് വെയിറ്റിംഗ് എന്നാണ് പറഞ്ഞത്. പക്ഷെ വേഗം വേഗം മൂവ് ആവുന്നുണ്ട്. ഓ, എന്തൊരു തുള്ളിക്കളിയാണ്. ഇത്ര എക്സൈറ്റഡാ. കാലങ്ങളായിട്ടുള്ള സ്വപ്നമല്ല. കാലങ്ങളായിട്ടുള്ള സ്വപ്നമാണോ? അയ്യോ, ഒരു റൈഡിലൂടെ നമ്മൾ കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ആ റൈഡിലൂടെ നമ്മൾ ജീവിക്കുന്ന പോലൊരു ഫീൽ എന്ന് പറയുന്നത് ഇതെല്ലാം അവിടെ ശരിക്കും മനുഷ്യന്മാർ നിൽക്കുകയാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. ഇതൊന്നും ഒരു മനുഷ്യനല്ല അവിടെ നിൽക്കുന്നത്, ഇവരൊന്നും അല്ലാതെ ചെയ്യുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും ഒരു എഫക്റ്റിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര വേർത്താണ്. നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പിന്നെ പറയും വേണ്ട. ഈ നായയൊക്കെ ഒറിജിനൽ അല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഈ നടന്ന് നീങ്ങുന്നത്. അതൊരു വല്ലാത്തൊരു ലോകം തന്നെയായിരുന്നു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ റൈഡ് കഴിഞ്ഞ് പുറത്തിറങ്ങി സത്യം പറഞ്ഞാൽ ഇവിടെ ഡിസ്നി ലാൻഡിനേക്കാളും ഭംഗി അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ഈ സുന്ദരി കുട്ടികളായിരുന്നു കേട്ടോ. ഞാൻ പറയില്ലേ, എല്ലാവരും ഇതുപോലെ ഡ്രസ്സ് ചെയ്തിട്ടാണ് വന്നത്. അതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞ പ്രശ്നം നമുക്കും കുറച്ചും കൂടി ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്യായിരുന്നു. മക്കളൊക്കെ ഡ്രസ്സ് ചെയ്ത് വന്നിരിക്കുന്നു നോക്കി. അവിടെ പുറത്ത് സ്റ്റോറിലും കിട്ടും. അതല്ലാതെ വീട്ടിൽ നിന്നേ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് നമ്മളെ കൂടുതൽ കൗതുകം ആക്കിയത്. കാരണം ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ശരിക്കും അവിടെയുള്ള ഡിസ്നി പ്രിൻസസിനേക്കാളും ഭംഗിയായിരുന്നു സുന്ദരി കുട്ടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോന് പോലും നമ്മളിതുണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്, തള്ളിയിരിക്കുന്നത്, എന്തൊക്കെ ഒരു സാധനങ്ങളാണ്. ഇത്രയും ഞാൻ പറയില്ല, പൊതുവേ അവർ ഭയങ്കര ഫാൻറ്റസി ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെയും കൂടി ആകുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ബോ വാങ്ങിയത്. ആക്ച്വലി നമ്മുടെ നാട്ടിലെ ഒരു 1200 റുപ്പീസാണ് ആ ഒരു ഹെയർ ബോന് കേട്ടോ. അത്രയും എക്സ്പെൻസീവാണ് അതിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ, പക്ഷെ വേർത്താണ്. പിന്നെ നമ്മളിതേ ഒരു ജംഗിൾ ക്രൂയിസിൽ പോയി. ഇങ്ങനെ ഓരോരോ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു എത്രയോ ഏക്കർ കണക്കിന് നമ്മളെ ഒരു ജംഗിളിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഒരു വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോകുന്നു. ഇതൊക്കെ ആ ഒരു ഡിസ്നിയുടെ ഉള്ളിൽ എങ്ങനെ അവർ ക്രിയേറ്റ് ചെയ്തു, നേച്ചറായിട്ടും ഒറിജിനൽ ആയിട്ടുള്ള സാധനങ്ങൾ, അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് മരങ്ങളൊന്നുമല്ല. ഇത് ഉണ്ടാക്കിയെടുത്തതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല സ്വപ്നത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് കൊടുക്കുന്ന പ്രൈസ് നമുക്ക് വേർത്താണ്. കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ഏത് പ്രായക്കാർക്കും, എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് എന്നുള്ളതല്ല, ഏത് പ്രായക്കാരും വായ പൊളിക്കുന്ന രീതിയിലാണ് അവിടെ അതിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും അവിടെ ഇഷ്ടമായി തോന്നിയത്, നമ്മൾ ഏത് റൈഡിൽ കയറിയാലും അതിപ്പോൾ ഡിസ്നി ലാൻഡ് എന്നല്ല, ഇത് ഞാനൊരു വീഡിയോയിൽ ഇതിന് വേണ്ടി മാത്രം ഞാൻ പറയണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. അതായത് എവിടെ ചെല്ലുകയാണെങ്കിലും നമ്മളവരെ
ആ ഒരു ജോലി, ഒരു കുഞ്ഞു ജോലിയാണെങ്കിൽ പോലും ആ ജോലി ചെയ്യുന്ന ആത്മാർത്ഥത, നമ്മൾ എവിടെ എൻജോയ് ചെയ്യണമെങ്കിലും നമ്മളെ കൂടുതൽ എൻജോയ് ചെയ്യിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും നമ്മളെ ടാറ്റ കാണിക്കാനും ഒക്കെ വേറെ എവിടെയും നമ്മൾ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. ഓക്കെ, നിങ്ങളിവിടെ വന്നു നിങ്ങളത് ചെയ്തോ, അതല്ലാതെ നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കാനും നമ്മളെ ടാറ്റ കാണിക്കാനും അത് അവിടെ ജോലി ചെയ്യുന്നവർ മാത്രമല്ല അവിടെയുള്ള ജാപ്പനീസുകാരും ഒക്കെ ഒരു പ്രത്യേകതരം ഹ്യൂമാനിറ്റി ഉള്ള അല്ലെങ്കിൽ പ്രത്യേകതരം ഒരു പ്രത്യേകതരം ജീവിതം നമ്മൾ അറിയില്ലേ, അങ്ങനെ നമുക്ക് തോന്നിപ്പിക്കുന്ന, നമ്മളും അങ്ങനെ അറിയാതെ അവരെ കൂട്ടത്തിൽ നമ്മളും അങ്ങനെ ആയി പോകുന്ന കുറച്ചൊരു മനുഷ്യത്വം കൂടുതലായി പോകുന്ന ഒരു ഫീല് നമുക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ പറയണമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒറിജിനൽ ഡൈനോസേഴ്സിനെയും ഹിപ്പോപ്പൊട്ടാമസിനെയൊക്കെ വെല്ലുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങളും കൂടെ നമ്മൾ കണ്ടു. ഈ പോപ്കോണിൽ നമുക്ക് ഭംഗിയുള്ള പോപ്കോൺ ബക്കറ്റ്സും കൂടെ കിട്ടും കേട്ടോ. ആ ബക്കറ്റിന് ഭയങ്കര വിലയാണ്. നമ്മുടെ നാട്ടിൽ എത്ര 2500 രൂപയൊക്കെ ആ ബക്കറ്റിന്, അത് കഴിഞ്ഞിട്ട് പോപ്കോണിന് എക്സ്ട്രാ കൊടുക്കണം. പക്ഷേ കുട്ടികൾക്കൊക്കെ, കുഞ്ഞു മക്കൾക്കൊക്കെ ആണെങ്കിൽ ആ ബക്കറ്റ് നല്ല രസമാണ്. അത്രയും വലിയ ബക്കറ്റ് എങ്ങനെ ഫ്ലൈറ്റിൽ കൊണ്ടുവരും, എങ്ങനെ ഇവിടെ വെക്കും എന്ന് ആലോചിച്ചിട്ട് പിന്നെ അതും ചെയ്തില്ല. അങ്ങനെ എല്ലാ റൈഡും കഴിഞ്ഞ് നമ്മളിതേ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. നമുക്കിഷ്ടമുള്ള ഫുഡുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങാം എന്ന് വിചാരിച്ചു. പക്ഷെ ഓരോന്നിലും ഭയങ്കര ക്യൂ നിൽക്കണം. സ്പൈസോ മസാലാസോ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് സുഖം വയറിന്. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മസാലയൊക്കെയുള്ള സമയത്തല്ലേ നമുക്ക് ജാതിയൊക്കെ വരാം. ഇവിടെ വന്നതിൻ്റെ ശേഷം അങ്ങനത്തെ വയറിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. കാരണം എല്ലാം ഒരു ലിമിറ്റഡ് സ്പൈസിലുള്ള സംഭവങ്ങളല്ലേ, അവിടെ നമുക്ക് ഇഷ്ടപ്പെടും. അവിടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കഴിച്ചത് ഇത് ഐസ്ക്രീം സാൻഡ്വിച്ചാണ്. അവിടെ പറഞ്ഞ ഡിസ്നിലാൻഡിൽ മാത്രമല്ല, മൊത്തം ജപ്പാനിൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. രമേശേട്ടനും ഭയങ്കര ഇഷ്ടമായി. സാധാരണ ഐസ്ക്രീം ഒന്നും കഴിക്കാത്ത ആളാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ റൈഡിൽ കയറുമ്പോഴും അവിടെയുള്ള ഈ വക സംഭവങ്ങൾ കാണുന്നതിനേക്കാളും രസമാണ് അവർ ഈ പറഞ്ഞു തരുന്നു. ജപ്പാനിലാണെങ്കിലും ഒരു സംഭവം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യം. പക്ഷേ എന്നാൽ ആ ഡ്രമാറ്റിക്കായിട്ട് പറയുമ്പോൾ നമ്മൾ ഈ സിനിമയിൽ TV ഓണാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതുപോലത്തെ സംസാര രീതികളും ഒക്കെയാണ് കേട്ടോ. അതൊരു വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു. പിന്നെ ഇതായി പറഞ്ഞ പോലെ പാമ്പാണെങ്കിലും ഒക്കെ ഒറിജിനലിനെ വെല്ലുന്നതായിരുന്നു. പിന്നെ ഒരു പോപ്കോൺ വാങ്ങാനുള്ള ക്യൂ ആണ് നിങ്ങൾ ഈ കണ്ടത്. ഒരു പോപ്കോണിന് വരെ 1.5 മണിക്കൂർ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ അതിഭയാനകമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത്രയും വലിയ സ്ഥലമായതുകൊണ്ട് അങ്ങനെ ആ ഒരു ക്രൗഡ് നമുക്ക് ഫീൽ ചെയ്യില്ല. എന്നാലും നമുക്ക് റൈഡിൽ കയറുമ്പോൾ ഫീൽ ചെയ്യും കേട്ടോ. ഈ ഒരു സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് കാരണം അതിൻ്റെ പ്രത്യേക ഭംഗി. ആൾക്കാരൊക്കെ ഈവനിങ് ആകുമ്പോഴേക്ക് ഇരുന്ന് തുടങ്ങി അത്രയും നടക്കാനുണ്ട് കേട്ടോ. നല്ല തണുപ്പായിട്ടപ്പോൾ ഭാഗ്യത്തിന് മഴയില്ലാന്നല്ലോ, പക്ഷെ നല്ല തണുപ്പ്. സ്വെറ്ററൊക്കെ ഇടട്ടെ. സമയം 3:30 ആയിട്ടുള്ളൂ, പക്ഷെ ഭയങ്കര തണുപ്പ്. നല്ല ഇരുട്ട് കുത്തി വരിക. മുടിയൊക്കെ നോക്കിക്കേ, എന്താ ഇഷ്ടമല്ല ഈ എൻ്റെ ഇഷ്ടമല്ല, ഒരു രക്ഷയില്ല. വാൾപേപ്പർ പോലെ ഉണ്ട് ബാക്കിൽ. ശരി. അയ്യോ, ഇന്നെ എടുത്തോണ്ട് പോകുന്ന തോന്നണ കാറ്റ്. എന്തൊരു കാറ്റാ ഈ കാറ്റിൽ. ഫ്ലൈറ്റ് എങ്ങനെ ലാൻഡ് ചെയ്യാൻ എൻ്റെ ടെൻഷൻ. ആ പോടെ ഭയങ്കര തണുപ്പ്. സഹിക്കാൻ വയ്യാത്ത തണുപ്പ്. ഭാഗ്യം ഞാൻ സ്വെറ്റർ എടുത്തത്. ഞാൻ വിചാരിച്ചു എടുക്കണോ, നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ഇടണം, പക്ഷെ എനിക്ക് തോന്നി തണുപ്പ് സഹിക്കാൻ വയ്യേ. റൈഡിൽ പോവാണ്. റൈഡ് തന്നെയാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. ഓരോ റൈഡ് പോകുമ്പോൾ ഒരു 5 മിനിറ്റ് ഇരിക്കുകയാണ്, നട്ടെന്ന് പണി കഴിയും. അങ്ങനെ ഫൈനലി എല്ലാം കഴിഞ്ഞ് നമ്മളിത് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. 8 മണി വരെ കാത്തുനിന്നു. പക്ഷേ രാത്രി 8 മണിത്തെ ഫയർ വർക്ക് മാത്രം ഡിസ്നിലാൻഡിൽ ഉണ്ടായില്ല. വെതർ കാരണം അവരത് ക്യാൻസൽ ചെയ്തു കേട്ടോ. അത്രയും ഞാൻ പറയില്ല, അത്രയും ഇതായിരുന്നു ക്ലൈമറ്റ്. അങ്ങനെ നമ്മൾ അവിടുത്തെ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ കുറേ സോവനീർ ഷോപ്സ് ഒക്കെ ഉണ്ട്. എല്ലാം നല്ല കത്തി റേറ്റ് ആകാറ് ചുമ്മാ നോക്കിപ്പോന്നു. ഞാൻ പറയില്ല, ഈ ഒരു ഹെയർ ബാൻഡ് തന്നെ ഞാൻ ഫുൾ ഡേ വെച്ച് മുതലാക്കി, അത്രയും റേറ്റ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി നമ്മളിതാ തിരിച്ച് നമ്മുടെ ഇവിടേക്ക് പോവുകയാണ്. ഈ ടോക്കിയോയിൽ തന്നെ ഇതാ ഡിസ്നിലാൻഡിൻ്റെ ഹോട്ടലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. മിത്തു അവിടെ വേണമെങ്കിൽ താമസിക്കാം, മിത്തുവിന് വലുതായി കഴിഞ്ഞാൽ അവിടെ 2 ദിവസം താമസിക്കാൻ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വലിയ വ്ളോഗിങ് ചുരുക്കി ഇത്ര ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ബോറടിച്ചില്ല എന്ന് ഞാൻ വിചാരിക്കണം, കാരണം അത്രയും എടുക്കാനുണ്ടായിരുന്നു. ഇതാണ് ആ ഹോട്ടൽ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിശ്വസിക്കുന്നു. കൂടുതൽ കിഡിലൻ വീഡിയോസ് ഉണ്ട് കേട്ടോ, മറക്കാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. ബൈ.